പോൾ ഓഫ് പോൾ 2024 ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫലം പുറത്തു വന്നിരിക്കുന്ന 7 എക്സിറ്റ് പോൾ ഏജൻസികളിൽ 7ഉം NDAക്ക് അനുകൂലമായ ഫലമാണ് പ്രവചിച്ചിരിക്കുന്നത്. 6 ഏജൻസികളും 380-ലധികം സീറ്റുകളുമായി NDA അധികാരത്തിലെത്തുമെന്ന് പറയുന്നു. ഒരൊറ്റ ഏജൻസി മാത്രമാണ് 280-ഓളം സീറ്റുകൾ പരമാവധി വിജയസാധ്യത ഏറ്റവും കുറവ് കൽപ്പിക്കുന്നതും. ബാക്കി എല്ലാ ഏജൻസികളും 380+, 350+ എന്ന കണക്കിലേക്കാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ അടക്കം ഈ 7 സർവേ ഏജൻസികളിൽ 5 സർവേ ഏജൻസികളും കേരളത്തിൽ താമര വിരിയും എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു. ഒരു ഏജൻസി മാത്രമാണ് കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറയുന്നത്. ഒരു ഏജൻസി പരമാവധി 1 സീറ്റ് വരെ ലഭിക്കാമെന്ന് പറയുമ്പോൾ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം 3 സീറ്റുകൾ വരെ ലഭിക്കാമെന്നും 27% വോട്ട് പെർസെൻറ്റേജിലേക്ക് BJP വളർന്നേക്കാമെന്നും 12% വർധനവ് BJPക്ക് കേരളത്തിൽ ഉണ്ടാകാം എന്നും പറയുന്നു. എനിക്ക് തോന്നുന്നു MV നികേഷ് കുമാർ, ഈ 12% വർധന എന്നുള്ളത് BJP നേതാക്കൾ പോലും ഒരുപക്ഷെ അസ്യൂം ചെയ്യാത്ത ഒന്നായിരിക്കും. ഒരുപക്ഷെ 20%-ലേക്ക് എത്തിയേക്കാം എന്നതാണ് അവരുടെ മാക്സിമം പ്രൊജക്ഷൻ. പക്ഷേ ഇന്ത്യ ടുഡേ പറയുന്നു 27%. ഇറ്റ്സ് എ ഹ്യൂജ്. LDF-ഉമായിട്ടുള്ള വ്യത്യാസം കേവലം 2% ആണ്. നമുക്ക് BJP എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞ 2 കാര്യങ്ങൾ ഈ എക്സിറ്റ് പോളിൽ സാധ്യമായിട്ടുണ്ട്. ഒന്ന്, ക്രിസ്ത്യൻ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾക്കൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി തങ്ങളുടെ പെട്ടിയിൽ എത്തിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് 30% അടുത്ത് വോട്ട് ഷെയർ എത്തിക്കുക എന്നുള്ളത്. നോക്കൂ, ഈ എക്സിറ്റ് പോൾ ഫലമാണ് ശരിയെങ്കിൽ BJP കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുപക്ഷെ LDF-നെയും UDF-നെയും വെല്ലുവിളിക്കാവുന്ന ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ എക്സിറ്റ് പോൾ ഫലം ശരിയാകണമെങ്കിൽ നമുക്ക്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല 20%-ലേറെ ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് ലഭിക്കുമെന്ന്. പക്ഷേ ആ നിലയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ നമ്മൾ വിലയിരുത്തുന്നതെങ്കിൽ, എക്സിറ്റ് പോൾ ഫലങ്ങളെ ആ ഡിജിറ്റൽ നമ്മൾ വിലയിരുത്തുകയാണ് എങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ വോട്ടുകൾ BJP സമാഹരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന തുല്യമായ നേട്ടമാണ്. മാത്രമല്ല, ഏതാണ്ട് ലെഫ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന വോട്ട് ഷെയർ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ചിലപ്പോൾ UDF-നോട് ചേർന്ന് നിൽക്കുന്ന വോട്ട് ഷെയർ ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ UDF-നെ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന ശക്തിയായിട്ട് ഈ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. 2 ലോക്സഭാ സീറ്റുകൾ ഇപ്പോൾ നോക്കൂ, 2 ലോക്സഭാ സീറ്റുകൾ BJPക്ക് കിട്ടുന്നു. 1 ലോക്സഭാ സീറ്റോ അല്ലെങ്കിൽ 0 LDF-ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ 4-ാം തീയതിക്ക് ശേഷമുള്ള പൊളിറ്റിക്കൽ സിനാരിയോ മാറിയില്ലേ? നമ്മൾ ഇന്ന് കാണുന്ന പോലെയൊന്നും ആയിരിക്കില്ലല്ലോ 4-ാം തീയതിക്ക് ശേഷമുള്ള കേരള രാഷ്ട്രീയം. ഒറ്റയടിക്ക് BJP ആഗ്രഹിക്കുന്ന രീതിയിൽ കേരളത്തിന്റെ പൊളിറ്റിക്കൽ ടെറൈൻ മാറിക്കിട്ടുന്നു. BJP വിരുദ്ധ സംസ്ഥാനം എന്നുള്ള പേര് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പൊ 2 സീറ്റൊക്കെ 2 MP സീറ്റ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത 2024 അല്ലെ 26-ലെ തെരഞ്ഞെടുപ്പിൽ 15 മുതൽ 20 സീറ്റ് വരെ കിട്ടാം BJPക്ക്. ചെറിയ കാര്യമല്ല 2 ലോക്സഭാ സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ. കാരണം വെച്ചാൽ BJP ഒരു വിജയിക്കുന്ന പാർട്ടിയാണ് എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വേറെ. അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഒരു 6-7 സീറ്റ് കിട്ടും. 2 സീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ 15 സീറ്റ് വരെ അടുത്ത നിയമസഭ. നമുക്ക് അറിയാവുന്ന എത്ര BJPക്കാർ UDF-ന് വോട്ട് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? BJP ജയിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്.